ഹായ് സുന്ദരീസ്, എല്ലാവർക്കും സുഖല്ലേ? എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും നൈക്ക പിങ്ക് ഫ്രൈഡേ സെയിലാണ് കേട്ടോ. ഇപ്പോൾ ഇത് വർഷത്തിലൊരിക്കൽ വരുന്ന സെയിലാണ്. അപ്പോൾ ഇതാണ് ദി ബെസ്റ്റ് ആയിട്ടുള്ള കുറേ സെയിൽസ് വരാറുണ്ട്. അപ്പോൾ ഇതിനെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ് ടു 60% വരെ ഓഫ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഓൾറെഡി കുറച്ച് പ്രോഡക്റ്റ്സ് ഒക്കെ കഴിഞ്ഞിരിക്കുന്നുണ്ട്. അതല്ലെങ്കിൽ നമുക്ക് ഇനി പുതിയതായിട്ട് എന്തെങ്കിലും ട്രൈ ചെയ്യണം. പിന്നെ സ്കിൻ കെയർ ഒക്കെ നമുക്ക് മോയ്സ്ചറൈസറും സൺസ്ക്രീനും ഒക്കെ എപ്പോഴും വേണ്ടതാണല്ലോ. അങ്ങനത്തെയൊക്കെ പർച്ചേസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള സമയമാണ് കേട്ടോ. അതേപോലെ തന്നെ നമുക്ക് കുറച്ച് സൺസ്ക്രീനൊക്കെ സ്റ്റോക്ക് ചെയ്ത് വെക്കണം, 2 എണ്ണമൊക്കെ മേടിച്ച് വെക്കണം. അങ്ങനെയൊക്കെ ആണെങ്കിലും പെർഫെക്റ്റ് ആയിട്ടുള്ള ടൈമാണ്. കാരണം അത്യാവശ്യം ഡിസ്കൗണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് പ്രോഡക്ട്സ് കാണിച്ചു തരാം കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ളത് ചിലതൊക്കെ മുന്നേ കാണിച്ചിട്ടുള്ളതാണ്, പക്ഷേ ഒന്നും കൂടി ഒന്ന് കാണിച്ചു തരാം. കാരണം ഇപ്പോൾ അത്യാവശ്യം നല്ല ഡിസ്കൗണ്ടിലുള്ള കാരണം മേടിക്കാൻ പറ്റിയ സമയമാണ് കേട്ടോ. പിന്നെ ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട്. എന്താണെന്നറിയോ, നമുക്ക് നമ്മുടെ നൈക്ക പേജ് എടുക്കുമ്പോൾ കുറച്ച് താഴേക്ക് പോകണം കേട്ടോ. കുറച്ചിങ്ങനെ താഴേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ ഒരു ഭാഗം വരും കേട്ടോ. എൻ്റെ ഭഗവാൻ, ഇത് കാണുന്നില്ല അതാ. അപ്പോൾ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ ഒരു ഭാഗം വരുമ്പോൾ ഇതിൽ കണ്ടോ, അശ്വതീസ് പിക്ക് എന്ന് പറഞ്ഞിട്ട് ടോപ്പ് പിക്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ കുറച്ച് ഹെയർ റെക്കമെൻഡേഷൻസ് ആണ് കേട്ടോ. ഓരോ ഇൻഫ്ലുവൻസറിനും ഓരോ കാറ്റഗറിയാണ് കൊടുത്തിട്ടുള്ളത്. എനിക്ക് ഹെയർ ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഹെയറിന് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളതും കുറച്ച് നല്ലതുമായിട്ടുള്ള അഫോർഡബിളും കുറച്ച് വില കൂടിയതും അങ്ങനെയുള്ള പ്രോഡക്ട്സ് ഇതിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ടാണ് നൈക്ക ആപ്പിൽ എൻ്റെ ഫോട്ടോ ഒക്കെ വരുന്നത്. അപ്പോൾ താങ്ക് യു സോ മച്ച്. നല്ല അടിപൊളി ഫീലിംഗ് ആണ്. ടോട്ടൽ നോക്കുകയാണെങ്കിൽ 1 2 3 4 5 പേരുടെ ഉണ്ട്. അതിൽ ഫസ്റ്റ് കാണാനുള്ള സാരയാണ് കേട്ടോ. സാരയുടെ വീഡിയോസൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആൾക്കൊരു കോഫി ബിസിനസ്സൊക്കെ ഉണ്ട്. ഭയങ്കര മിടുക്കുക കേട്ടോ. ചെറിയ പ്രായത്തിൽ തന്നെ ഭയങ്കര സക്സസ്ഫുൾ ആയിട്ടുള്ള കുട്ടിയാണ്. അപ്പോൾ അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഞാനുണ്ട്. പിന്നെയും കുറേ പേരുണ്ട് കേട്ടോ, തരുണി, ജാൻവി, അങ്ങനെയൊക്കെ. അപ്പോൾ എനിക്കത് ഭയങ്കര സന്തോഷമായി. അങ്ങനെ അപ്പോൾ ഞാൻ ഈ പ്രോഡക്ട്സ് പറയട്ടെ. സൺസ്ക്രീൻ ഞാൻ ഓൾറെഡി തന്നെ കുറച്ചധികം പറഞ്ഞിട്ടുണ്ട്. അല്ല, എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളത് ഡോക്ടർ ഷെത്തിൻ്റെ സൺസ്ക്രീനാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കൂടാണ്ടുള്ളത് ഞാൻ പറയാം കേട്ടോ. ഇപ്പം ഞാൻ പുതിയത് ട്രൈ ചെയ്തിട്ട് എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടില്ല. 500-നേക്കാട്ടിലും താഴെയുള്ളത് ഇതെല്ലാം ഒരു 500 അറൗണ്ട് വരുന്നതാണ്. അതിൽ ഫസ്റ്റ് വൺ നോക്കുകയാണെങ്കിൽ ഡോട്ട് ആൻഡ് കീയുടെ ഇത് സൺസ്ക്രീൻ SPF 50 ആണ്. PA4+ ഉണ്ട് കേട്ടോ. നല്ല സൺസ്ക്രീനാണ്. ഒട്ടും വൈറ്റ് കാസ്റ്റ് ഇല്ല, പിന്നെ ഒട്ടും ഒരു ഗ്രീസി ആയിട്ടൊന്നും തോന്നില്ല. പിന്നെ എനിക്ക് വേറൊരു കാര്യം തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളത് ഇട്ട് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഡാർക്ക് ആവുന്ന ഫീലിംഗ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ. ചിലരുടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൺസ്ക്രീനും അതേപോലെ സ്കിന്നിൻ്റെയും ആ ഒരു കോമ്പിനേഷനിൽ വരുന്ന ഒരു കുഴപ്പമാണ്. സ്കിൻ ഡാർക്കാണ് സൺസ്ക്രീൻ ഇട്ടതിന് ശേഷം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി വെയിൽ തട്ടുമ്പോൾ ഒരു റിയാക്ഷൻ ഉണ്ടായിട്ട് സ്കിൻ ഡാർക്ക് ആവുകയാണ് ചെയ്യണത്. ഇത് കുറേ പേര് പറഞ്ഞിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഫസ്റ്റ് നന്നായിട്ട് ക്ലീൻ ആക്കുക. എന്ന് വെച്ചാൽ നല്ലൊരു ക്ലെൻസർ ഉപയോഗിച്ചിട്ട് ഫേസ് ക്ലീൻ ചെയ്തിട്ടുണ്ടാവണം. നല്ലൊരു മോയ്സ്ചറൈസർ ഇട്ടിട്ടുണ്ടാവണം. അതിനുശേഷം സൺസ്ക്രീൻ ഇട്ട് നോക്കുക. അപ്പം തന്നെ ചിലപ്പോൾ കുറച്ച് വ്യത്യാസം വരും. അങ്ങനെ അല്ലെങ്കിൽ ഒരു ആക്റ്റീവായിട്ട് ചിലപ്പോൾ കമ്പൈൻ ചെയ്ത വ്യത്യാസം വരും. ഞാൻ ഒരു ഡോക്ടർ പറയണ കേട്ടിട്ടുണ്ടായിരുന്നു. അതായത് വിറ്റമിൻ C സിറം അപ്ലൈ ചെയ്യുക, മോയ്സ്ചറൈസർ ഇടുക, പിന്നെ സൺസ്ക്രീൻ ഇടുക. പക്ഷെ വിറ്റമിൻ C അലർജിക് അല്ല എന്നുള്ളത് ഉറപ്പ് വരുത്തണം കേട്ടോ. ചിലർക്ക് അത് അലർജി ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ ബുദ്ധിമുട്ടാണ്. അങ്ങനെയും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. പിന്നെ പറ്റിയ സൺസ്ക്രീൻ നമുക്ക് കിട്ടുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പം ഇത് നോക്കുകയാണെങ്കിൽ വളരെ ലിക്വിഡി ആയിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയാണ്. ഇത് കണ്ടോ, ലിക്വിഡി ക്രീമി കൺസിസ്റ്റൻസി ആയിട്ടാണ് വരുന്നത്. ബ്ലെൻഡ് ചെയ്യാനൊക്കെ ഭയങ്കര എളുപ്പമാണ് കേട്ടോ. ഞാൻ ഓൾറെഡി ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് എന്നിട്ട് മേടിച്ചു നല്ലതാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. പിന്നെ അടുത്ത് നോക്കുകയാണെങ്കിൽ സെറ്റഫിലിൻ്റെ സൺ SPF 50. ഇത് സെൻസിറ്റീവ് സ്കിന്നിന് പറ്റിയിട്ടുള്ള സൺസ്ക്രീൻ ആണ്. അതാണ് ഞാൻ ഇത് പ്രത്യേകം എടുത്ത് വെച്ചത്. ലൈറ്റ് ജെൽ, വെരി ഹൈ പ്രൊട്ടക്ഷൻ ആണ്. വിറ്റമിൻ E ഉണ്ട് കേട്ടോ അതിൽ. അപ്പം ഇത് നോക്കുകയാണെങ്കിൽ ഇതിങ്ങനെ ഒരു ക്രീമി ടെക്സ്ചറിലാണ് വരുന്നത്. ഇത് കുറച്ചൊരു സമയം എടുക്കുന്നുണ്ട് ബ്ലെൻഡ് ആവാനായിട്ട്. മറ്റതുപോലെ അല്ല കേട്ടോ, ഡോട്ട് ആൻഡ് കീയുടെ പോലെയല്ല. പിന്നെ ചെറുതായിട്ട്, അതായത് ബ്ലെൻഡ് ആവണ വരെ ചെറുതായിട്ടൊരു വൈറ്റ് കാസ്റ്റ് പോലെ തോന്നും. പക്ഷെ വൺസ് ബ്ലെൻഡ് ആയി കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആണ്. അപ്പോൾ സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നുള്ളവർക്ക്, അതായത് ചിലർക്ക് സൺസ്ക്രീൻ ഇട്ടാലും ഇനി ഇട്ടില്ലെങ്കിലും അത് കുറച്ച് റെഡ്നെസ് ഒക്കെ ആയിട്ടുണ്ടാവും. സ്കിൻ ഇങ്ങനെ നമ്മൾ ഒന്ന് അമർത്തി തൊട്ടാൽ തന്നെ ഭയങ്കര റെഡ് ആവുന്ന തരത്തിലുള്ള സ്കിന്നുള്ളവരുണ്ട്. അങ്ങനെയുള്ളവർക്കൊക്കെ വളരെ നല്ലതാണ് കേട്ടോ. നല്ല പ്രൊട്ടക്ഷൻ ഉണ്ട്, വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്.
അപ്പോൾ വേർത്താലും കുഴപ്പമൊന്നുമില്ല. ഫ്രേഗ്രൻസ് ഫ്രീ ആണ് കേട്ടോ. നമുക്ക് ഫേസിലും അതേപോലെ തന്നെ ബോഡിയിലും ഒരേപോലെ അപ്ലൈ ചെയ്യാവുന്ന സൺസ്ക്രീൻ ആണ് കേട്ടോ. പിന്നെ അടുത്തത് നോക്കുകയാണെങ്കിൽ ക്ലെൻസ്റ്റാ സൺസ്ക്രീൻ ആണ്. ഇപ്പോൾ ഈ പുതിയത് ഇറങ്ങിയിട്ടുള്ള ഒരു സൺസ്ക്രീൻ ആണ് കേട്ടോ. ഇതെനിക്ക് ട്രൈ ചെയ്തിട്ട് നല്ലോണം ഇഷ്ടപ്പെട്ടു. ഒരു തരി പോലും വൈറ്റ് കാസ്റ്റ് ഇല്ല. അങ്ങനത്തെ ഒരു ക്രീമി കൺസിസ്റ്റൻസിയാണ്, ബ്ലെൻഡ് ആവും പെട്ടെന്ന്. ഇത് നമുക്ക് ഡ്രൈ, നോർമൽ, ഈവൻ ഓയിലി സ്കിന്നുകാർക്കും ഒരേപോലെ യൂസ് ചെയ്യാവുന്ന നല്ലൊരു സൺസ്ക്രീൻ ആണ് കേട്ടോ. അടുത്ത് നോക്കുകയാണെങ്കിൽ നിവ്യ സൺസ്ക്രീൻ ആണ്. ഇതൊരു ക്രീമി ടെക്സ്ചറിലുള്ള സൺസ്ക്രീൻ ആണ്. ഇതും എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും ചേരുന്നത് തന്നെയാണ് കേട്ടോ. അടുത്തത് ബിഷ് കെയറിൻ്റെ സൺസ്ക്രീൻ ആണ്. ആദ്യമായിട്ടാണ് ഞാൻ ഇത്രയും ലൂസായിട്ടുള്ള ഒരു സൺസ്ക്രീൻ കാണുന്നത്. ലൂസ് എന്ന് വെച്ചാൽ ഞാൻ കൺസിസ്റ്റൻസി കേട്ടോ, അതാണ് ഉദ്ദേശിച്ചത്. ഇത് കണ്ടോ, പെട്ടെന്ന് ബ്ലെൻഡ് ആവും. ബ്ലെൻഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു തരത്തിലൊരു വൈറ്റ് കാസ്റ്റും കാര്യങ്ങളും ഒന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഒരു 500 അറൗണ്ട് ഉള്ളതാണ്. ഞാൻ അപ്പോൾ ഇതിൻ്റെ ലിങ്ക്സ് എല്ലാം ഇടാം. അപ്പോൾ ഇതിനകത്തുനിന്ന് ഒരെണ്ണം റെക്കമെൻഡ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഡോട്ട് ആൻഡ് കീയുടെ പറയും കേട്ടോ. ഇതെനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. ഇതിൽ സെറമൈറ്റ്സ് ഉണ്ട്, അപ്പോൾ നമ്മുടെ സ്കിൻ ബാരിയറിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതാണ് പറയണത്. അപ്പോൾ നോക്കി നോക്കൂ കേട്ടോ. അടുത്തത് എനിക്ക് ഇഷ്ടപ്പെട്ട 2 മോയ്സ്ചറൈസർ ഞാൻ പറയാം കേട്ടോ. ഒന്ന് മിനിമലിസ്റ്റിൻ്റെ വിറ്റമിൻ B5 മോയ്സ്ചറൈസർ ആണ്. ഇതിൽ ഹൈഡ്രോണിക് ആസിഡ് ഉണ്ട്, ലൈറ്റ് വെയിറ്റ് ആണ്, ഓയിൽ ഫ്രീ ആണ് കേട്ടോ. ഓയിലി സ്കിന്നിനും അതേപോലെ കോമ്പിനേഷൻ സ്കിന്നിനും പറ്റിയിട്ടുള്ളതാണ്. ഇത് ഒരുപാട് പേര് ചോദിക്കാറുണ്ട്, അതുകൊണ്ടാണ് പ്രത്യേകമായിട്ട് ഞാൻ ഇത് പെറുക്കിയെടുത്ത് കൊണ്ടുവന്നത്. ഇതിൻ്റെ കൺസിസ്റ്റൻസി നോക്കുകയാണെങ്കിൽ ഇത് കണ്ടോ, ഇതേപോലെ ഒരു ജെൽ ക്രീം പോലത്തെ ഒരു കൺസിസ്റ്റൻസിയാണ്. അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ലോണം ഹൈഡ്രേറ്റ് ചെയ്യും, എന്നാൽ ഒട്ടും തന്നെ ഓയിലി ആക്കില്ല, പെട്ടെന്ന് അബ്സോർബ് ആവും. ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ഗ്ലോയി ലുക്ക് തരാനൊക്കെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഓയിലി സ്കിന്നുള്ളവർക്കും അതേപോലെ കോമ്പിനേഷൻ സ്കിന്നുള്ളവർക്കും ഇത് പെർഫെക്റ്റ് ആയിട്ടുള്ള സൺസ്ക്രീൻ ആണ്. അടുത്ത നോക്കുകയാണെങ്കിൽ സെറാവേ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡാണ്. ഇത് നമുക്ക് ഇവിടെ നിന്നും കിട്ടുന്നതാണ് കേട്ടോ. ഈ ഫാർമസി പ്രോഡക്ട്സ് എന്ന് പറയാം, അത് അങ്ങനെയും കിട്ടുന്നതാണ്. അതല്ലാണ്ട് നമുക്ക് ഇങ്ങനത്തെ നൈക്ക അങ്ങനെ എല്ലാ വെബ്സൈറ്റ്സിലും മേടിക്കാൻ കിട്ടുന്നതാണ്. ഇതൊരു വലിയൊരു ഡബ്ബയാണ്. ഈ വലിയ ഡബ്ബ ഞാൻ തീർത്തു. ഇത് നമുക്ക് നൈക്കയിൽ ഇപ്പോൾ ഡിസ്കൗണ്ടിലുണ്ട്. ഇതിൻ്റെ ശരിക്കുള്ള പ്രൈസ് വന്നിട്ട് 1500. പക്ഷെ അത് കേട്ട് പേടിക്കണം കേട്ടോ, കാരണം ഇതിൽ ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ട്. നമുക്ക് കുറേ നാൾ യൂസ് ചെയ്യാം. നമ്മൾ ചെറിയ ട്യൂബ്സ് മേടിച്ചിട്ട് കുറച്ച് നാൾ കഴിഞ്ഞാൽ തീർന്ന് പിന്നെയും മേടിക്കില്ല. അതിനെക്കാട്ടിലും നമുക്ക് ഒറ്റയടിക്ക് മേടിച്ച് കുറേ നാൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സെറാവയുടെ നല്ലതാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ഡ്രൈ സ്കിന്നുകാർക്ക് ഭയങ്കര നല്ലതാണ് കേട്ടോ. എനിക്ക് തന്നെ ഈ മൂക്കിൻ്റെ ഇവിടെയൊക്കെ ഇങ്ങനെ പൊളിഞ്ഞു പോകും, അങ്ങനത്തെ ഒക്കെ ഓരോന്നൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനത്തെയൊക്കെ നന്നായിട്ട് ഇത് അതിനൊരു ശമനം കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഡ്രൈ സ്കിന്നുള്ളവർക്ക് സെറാവേ ട്രൈ ചെയ്യാവുന്നതാണ്. പിന്നെ ഓയിലി സ്കിന്നുള്ളവർക്ക് മിനിമലിസ്റ്റ് ട്രൈ ചെയ്യാവുന്നതാണ് കേട്ടോ. അടുത്തത് സൺസ്ക്രീൻ സ്റ്റിക്കാണ് കേട്ടോ. ഇത് കുറച്ച് വിലയുണ്ട്, എന്ന് വെച്ചാൽ ഒരു 600-700 റേറ്റ് ഒക്കെ ഉണ്ടാവും. ഡോട്ട് ആൻഡ് കീയുടെ പിന്നെയും കുറവുണ്ടാവും കേട്ടോ. ഇത് നമുക്ക് ശരിക്കും സൺസ്ക്രീൻ ഇടുന്നതിന് പകരമായിട്ട്, അതായത് നമ്മൾ ഈ ക്രീം നോർമൽ സൺസ്ക്രീൻ ഉള്ളൂ, അതിന് പകരമായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയണത്. കാരണം എന്താ വെച്ചാൽ നമ്മൾ സ്റ്റിക്ക് സൺസ്ക്രീൻ ആയതുകൊണ്ട് തന്നെ നമ്മളിത് എത്ര തവണ നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്താലാണ് ആ ഒരു കവറേജ് കിട്ടുക നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് കേട്ടോ. അതല്ലെങ്കിൽ കുഴപ്പമില്ല. ഞാൻ ചില ദിവസമൊക്കെ എനിക്ക് മടിയാവുന്ന സമയത്ത് ഇത് അപ്ലൈ ചെയ്യാറുണ്ട്. പക്ഷെ റീഅപ്ലിക്കേഷൻ ഇത് വളരെ നല്ലതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു എല്ലാവരും ഇത് കയ്യിൽ വെക്കണം നല്ലതാണ്. നമുക്ക് ട്രാവൽ ചെയ്യുന്ന സമയത്തും അതുപോലെ യൂഷ്വലി നമ്മൾ ഓഫീസിലേക്കും അങ്ങനെയൊക്കെ പോകുമല്ലോ, ആ സമയത്തൊക്കെ നമുക്ക് റീഅപ്ലൈ ചെയ്യാനായിട്ട് നല്ലതാണ്. അപ്പോൾ ഞാൻ ജിമ്മിലേക്ക് പോകുമ്പോൾ സാധാരണ ഈ ഏതെങ്കിലും സൺസ്ക്രീൻ അപ്ലൈ ചെയ്യും, ഇത് കയ്യിൽ കരുതും, തിരിച്ചു വരുന്നതിന് മുമ്പായിട്ട് ഈ സ്റ്റിക്ക് വെച്ചിട്ട് റീഅപ്ലൈ ചെയ്യുകയും ചെയ്യും കേട്ടോ. അങ്ങനെയാകുമ്പോൾ ഭയങ്കര നല്ലതാണ്. നമുക്ക് ഈ വെയിൽ ഭയങ്കര അസഹനീയമാണ് കേട്ടോ, ഒട്ടും നല്ലതല്ല. ടാൻ ആവണേൻ്റെ മാത്രമല്ല, ഇപ്പോഴത്തെ ഒരു ചൂടിലും വെയിലും നമ്മുടെ സ്കിൻ പൊള്ളിപ്പോവും. അങ്ങനെ ഒരു കാര്യമുണ്ട്. എനിക്ക് ഇങ്ങനത്തെ കോമൻസ് ഒക്കെ വരാറുണ്ട്, നിങ്ങൾ ഇത്ര സൺസ്ക്രീൻ തേച്ചിട്ടും നിങ്ങൾ ടാൻ ആവുന്നുണ്ടല്ലോ, ഇത്ര സൺസ്ക്രീൻ തേച്ചിട്ടും നിങ്ങൾ കറുത്തിട്ടാണല്ലോ ഇരിക്കുക, അങ്ങനെയൊക്കെ ചോദിക്കുന്നവരുണ്ട്. നമുക്ക് നമ്മുടെ സ്കിൻ ടോണിൽ വരുന്നൊരു മാറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര ടാൻ ആയിട്ട് ഡള്ളായി പോയില്ലേ. ഇപ്പൊ ടാനിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഡൾനെസ് ആയിരിക്കും. ഒരു തിളക്കമില്ലാത്തൊരു സ്കിന്നായിട്ടാണ് എനിക്ക് പേഴ്സണലി ടാനിന് അങ്ങനെ തോന്നിയിട്ടുള്ളത് കേട്ടോ. അങ്ങനെ തന്നെയാണ് താനും, അത് അല്ലാന്ന് പറയാൻ പറ്റില്ല. നമുക്ക് ഭയങ്കര ഡള്ളായിട്ടുണ്ടാവും നമ്മുടെ സ്കിൻ. അപ്പം അതൊന്നും ഒഴിവാക്കാനായിട്ട് നമുക്ക് നല്ലതാണ് ഈ സൺസ്ക്രീൻ എന്ന് പറയുന്നത്. അത് മാത്രമല്ല, അത് സെക്കൻഡറി ആയിട്ടുള്ള കാര്യമാണ്. നമുക്ക് ഈ ഡയറക്റ്റ് ആയിട്ടുള്ള വെയിൽ, അത് ഇത്രയും തീക്ഷ്ണമായിട്ടുള്ള വെയിലൊക്കെ കാരണം നമുക്ക് സ്കിന്നിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. ബേൺ ആവും, പിന്നെ വല്ലാണ്ടുള്ള റെഡ്നെസ് വരും. ആ റെഡ്നെസ് പിന്നീട് എഗെയിൻ എക്സ്ട്രീം ടാനായി മാറും. പിന്നെ ഈ ടാനൊക്കെ കാലങ്ങളോളം അടിഞ്ഞ് സ്കിൻ വളരെ തിക്കാവും കേട്ടോ. പിന്നെ വലിയ അസുഖങ്ങൾ വേറെയും പറയുന്നുണ്ട്, അതിനെക്കുറിച്ച് എനിക്ക് അത്ര അറിയില്ല. പക്ഷേ ഇതൊക്കെ സത്യമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സൺസ്ക്രീൻ യൂസ് ചെയ്യുക, അതേപോലെ റീഅപ്ലൈ ചെയ്യണമെന്ന് പറയണത് കേട്ടോ.
അതല്ലാണ്ട് നമ്മൾ സൺസ്ക്രീൻ യൂസ് ചെയ്തുകൊണ്ട് 101% നമുക്ക് ഒരു തരി പോലും ടാൻ ആവാണ്ട് നമ്മുടെ സ്കിൻ ഇങ്ങനെ ഭയങ്കര ഗ്ലോയിങ് ആയിട്ട് ഭയങ്കര വെളുത്ത് അങ്ങനെയൊന്നും ഉണ്ടാവില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ സൺസ്ക്രീൻ അപ്ലൈ ചെയ്താലും നമുക്കൊരു 95% 98% പ്രൊട്ടക്ഷനേ കിട്ടുന്നുള്ളൂ. സ്റ്റിൽ നമ്മളൊരു ക്ലോത്ത് വെച്ചിട്ട് മൂടണം പറ്റുന്ന പോലെ. ഇപ്പോഴത്തെ വെയിൽ അത്രയും ബുദ്ധിമുട്ടുള്ള വെയിലല്ലേ. അപ്പം അങ്ങനെയാകുമ്പോൾ റീഅപ്ലൈ ചെയ്യാനായിട്ട് നമുക്ക് അതായത് ഡോട്ട് ആൻഡ് കീയുടെ സൺസ്ക്രീനാണ്, നല്ല സൺസ്ക്രീനാണ്. ഡോട്ട് ആൻഡ് കീ ശരിക്കും നല്ല ബ്രാൻഡാണല്ലോ. ഞാൻ നേരത്തെ മറ്റേ ക്രീം സൺസ്ക്രീൻ നോക്കിയപ്പോഴും ഡോട്ട് ആൻഡ് കീയാണ് നല്ലതെന്ന് പറഞ്ഞില്ല. ഇതും റീഅപ്ലൈ ചെയ്യാനായിട്ട് ഭയങ്കര നല്ലതാണ്. ഇത് ഡെർമാക്കോൻ്റെ ആണ്. ഇതും നല്ലതാണ് കേട്ടോ. ഞാൻ വേറെ വാസ്ലിനും അതൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇത് രണ്ടുമാണ്. ഒട്ടും തന്നെ സ്കിൻ ഓയിലി ആക്കുന്നില്ല, റീഅപ്ലൈ ചെയ്യാനൊക്കെ വളരെ എളുപ്പമാണ് കേട്ടോ. അടുത്തത് 2 സിറം പറയാം. ഒരുപാട് സിറം അവൈലബിൾ ആണ്, ഒരുപാട് ആക്റ്റീവ്സ് അവൈലബിൾ ആണ്. വിറ്റമിൻ സി ആണെങ്കിലും ശരി, HA സിറം, നിയാസിനമൈഡ്, സാലിസിലിക് ആസിഡ്, AHA BHA, അങ്ങനെ എത്ര ഉണ്ട്, ഗ്ലൈക്കോളിക് ആസിഡ്, അങ്ങനെ കുറേ ഉണ്ട്. പക്ഷെ ഞാൻ സിമ്പിൾ ആയിട്ടുള്ള 2 പറയാം കേട്ടോ. ഒന്ന് HA സിറം. HA സിറം എന്ന് പറയുന്നത് ഹൈഡ്രോണിക് ആസിഡ് സിറം എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് ഹൈഡ്രേറ്റ് ആക്കി വെക്കാനായിട്ട് ഒരുപാട് നല്ലതാണ് കേട്ടോ. മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ HA സിറം അപ്ലൈ ചെയ്താൽ അതിൻ്റെ മീതെ നല്ലൊരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യണം എന്നാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇൻസ്റ്റൻ്റ്ലി തന്നെ, അതായത് എനിക്ക് തോന്നുന്നു ഈ HA സിറം മാത്രമേ ഉള്ളൂ നമുക്ക് അപ്ലൈ ചെയ്ത് അപ്പം തന്നെ ഒരു റിസൾട്ട് കാണാൻ പറ്റുന്നത്. ആ ഒരു ഹൈഡ്രേഷന് വേണ്ടിയിട്ടാണല്ലോ. HA സിറം എന്ന് പറയുന്നത് നമ്മുടെ സ്കിൻ നല്ല ഹൈഡ്രേറ്റ്, അതായത് ഡ്രൈ അല്ലാണ്ട് നല്ല പ്ലം ഇരിക്കില്ല, ആ ഒരു രീതിക്ക് ആക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പം ഇൻസ്റ്റൻ്റ്ലി തന്നെ നമുക്ക് ആ ഒരു റിസൾട്ട് ഈ HA സിറത്തിൽ കാണാൻ പറ്റുള്ളൂ. പല HA സിറം അവൈലബിൾ ആണ്. എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടത് ലോറിയലിൻ്റെ ഈ ഹൈഡ്രോണിക് ആസിഡ് 1.5 ആയിട്ടുള്ള സിറമാണ് കേട്ടോ. ഇത് ജസ്റ്റ് 3-4 ഡ്രോപ്സ് എടുക്കുക, ഫേസിൽ ഇങ്ങനെ ഡാബ് ചെയ്ത് കൊടുക്കുക, അതിന് ശേഷം മോയ്സ്ചറൈസർ ഇടുക. പിന്നെ നമുക്ക് പുറത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ എന്ന് വെച്ചാൽ പകലാണെങ്കിൽ സൺസ്ക്രീൻ ഇടണം, രാത്രിയാണെങ്കിൽ കുഴപ്പമില്ല. നല്ലൊരു മോയ്സ്ചറൈസർ ഇതിൻ്റെ മീതെ ഇടുക എന്നുള്ളത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. അതല്ലെങ്കിൽ സ്കിൻ കൂടുതൽ ഡ്രൈ ആവാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. പിന്നെ അടുത്തത് നമുക്ക് കുറേ പേർക്കുള്ള പ്രശ്നമാണ് ഡാർക്ക് സ്പോട്ട്സ്, പിഗ്മെൻറ്റേഷൻ, അങ്ങനെയൊക്കെ കേട്ടോ. അപ്പോൾ അത് മാറാന്ന് വെച്ചാൽ അത് കുറയ്ക്കാനായിട്ട് പ്ലമ്മിന് നിയാസിനമൈഡ് സിറം യൂസ് ചെയ്യാവുന്നതാണ്. 10% നിയാസിനമൈഡ് ഉണ്ട്. നിയാസിനമൈഡ് എഗെയിൻ നമ്മുടെ ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ കുറയ്ക്കാനും കുറച്ചുകൂടി ഈവൻ സ്കിൻ ടോൺ തരാനും ഒരു ഷൈൻ തരാനും കുറച്ചൊക്കെ ഓപ്പൺ പോർട്സ് ഒന്ന് സെറ്റാക്കി എടുക്കാനൊക്കെ ഭയങ്കര നല്ലതാണ്. അപ്പോൾ ഇത് വന്നിട്ട് ഇതൊരു 600 അറൗണ്ട് ആ പ്രൈസിലാണ് കേട്ടോ ഉള്ളത്. പ്ലമ്മിൻ്റെ ആണ്, നല്ലൊരു നിയാസിനമൈഡ് ആണ്. ഇപ്പോൾ ഡാർക്ക് സ്പോട്ട്സിന് വേണ്ടി ഇത് ട്രൈ ചെയ്യാവുന്നതാണ് കേട്ടോ. അടുത്തത് ഒരു കോൺടാക്ട് ലെൻസ് ആണ്. ഇതിലിപ്പോൾ 16% ഓഫ് ഉണ്ട് കേട്ടോ. ഇത് എന്താ വെച്ചാൽ ഞാനൊരു വീഡിയോ അന്ന് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, നമുക്ക് വെറുതെ ഭംഗിക്ക് വേണ്ടിയിട്ട് 1 day വെയർ ലെൻസ് ആയിട്ടൊക്കെ മേടിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നല്ലതാണെന്ന് പറഞ്ഞിട്ട് അക്വാ കളർ ക്യാൻഡി പാക്ക് എന്നാണ് കേട്ടോ പറയണത്. പല ഷെയ്ഡ്സിൽ അവൈലബിൾ ആണ്. ഞാൻ കൂടുതൽ യൂസ് ചെയ്തിട്ടുള്ളത് സ്പൈസി ഗ്രേയും ഡസ്കി ബ്രൗണും അതുപോലെ സ്ട്രോമി ഗ്രേയും ആണ് കേട്ടോ. നമുക്ക് ജസ്റ്റ് ഒരു ദിവസത്തേക്ക് ലെൻസ് വെച്ച് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ കളർ വ്യത്യാസത്തിൽ വേണം, അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്കിത് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. 169 രൂപയാണ് ഇപ്പോൾ ഉള്ളത്. ഒരു തവണ വെക്കുക, അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ 2 മണിക്കൂർ ഫംഗ്ഷൻ 3 മണിക്കൂർ ഫംഗ്ഷനൊക്കെ വേണ്ടിയിട്ടാണ് പോകണമെന്ന് വെച്ചാൽ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കളയുക കേട്ടോ. പിന്നെ റീയൂസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ കളേർഡ് ലെൻസ് ട്രൈ ചെയ്ത് നോക്കണമെങ്കിൽ 1-2 നമുക്ക് വേണമെങ്കിൽ മേടിച്ച് വെക്കാം കേട്ടോ. അല്ല ഫംഗ്ഷൻസ് ഒക്കെ വരുന്ന സമയത്ത് ഒരു ഡിഫറെൻറ്റ് ലുക്ക് ഉണ്ടാവുമല്ലോ. അടുത്തത് നമുക്ക് 2 ബോഡി പ്രോഡക്റ്റ് നോക്കാം കേട്ടോ. ഒന്ന് ഡോവിൻ്റെ ഡീപ്പ് മോയ്സ്ചർ ബോഡി വാഷാണ്. എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ട ബോഡി വാഷാണ് കേട്ടോ. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 520 റുപ്പീസാണ്. ഡിസ്കൗണ്ടിലുണ്ടാവും. കുറേ നാൾ ഉപയോഗിക്കാറുണ്ട്. നല്ല ഹൈഡ്രേറ്റിംഗ് ആണ്, അത്യാവശ്യം നല്ല മണമുണ്ട്. ഇപ്പോൾ ബോഡി വാഷ് യൂസ് ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് നല്ലതാണ് കേട്ടോ. ഞാൻ കൂടുതലും ബോഡി വാഷാണ് യൂസ് ചെയ്യാറ്. പക്ഷെ ഇപ്പോൾ ഞാൻ സോപ്പും യൂസ് ചെയ്യാറുണ്ട്. ഏതാണെന്നറിയോ, ടാൻ പോവാൻ വേണ്ടിയിട്ട് ഒരു ഫാർമസി സോപ്പ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇറങ്ങിയിട്ടുണ്ടല്ലോ. അപ്പോൾ ഞാനത് റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം ഞാൻ അത് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. അത് ഞാൻ പിന്നെ പറയാം കേട്ടോ. ഇത് നല്ല ബോഡി വാഷാണ് കേട്ടോ, ഡോവിൻ്റെ. ഇറ്റ്സ് വർത്ത് ഫോർ ദ മണി. 500 റുപ്പീസിന് ഇത് എത്ര നാൾ ഉപയോഗിക്കാം, കുറേ നാൾ ഉപയോഗിക്കാം കേട്ടോ. ആക്ച്വലി നമ്മളൊരു സോപ്പ് മേടിച്ച് ഉപയോഗിക്കുന്നതിനെക്കാളും കുറേ ഉപയോഗിക്കാൻ പറ്റും. ഒട്ടും തന്നെ ഡ്രൈയിങ് അല്ല, നല്ല ഓപ്ഷനാണ് കേട്ടോ. പിന്നെ നമുക്കൊരു ബോഡി മോയ്സ്ചറൈസർ വേണ്ടേ, അതും വിത്ത് സൺസ്ക്രീൻ വേണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് വാസ്ലിൻ്റെ സൺ പ്രൊട്ടക്ട് SPF 30 ഉണ്ട്, UVA ആൻഡ് UVB പ്രൊട്ടക്ഷൻ ഉണ്ട്, PA++ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ വില വന്നിട്ട് ഒരു 500 റുപ്പീസിനെക്കാളും താഴെ തന്നെ ആയിരിക്കും. 525. പക്ഷെ ഡിസ്കൗണ്ടുള്ള കാരണം ഇപ്പം കുറവിന് കിട്ടും കേട്ടോ. നല്ലൊരു ഓപ്ഷനാണ്. ഇനി നമുക്ക് ഹെയറിന് വേണ്ടിയിട്ട് എന്താ, എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് ആയിട്ടുള്ളതാണ്. ഇത് ലോറിയൽ പാരീസ് എക്സ്ട്രാ ഓർഡിനറി സിറമാണ്. ഇത് ജസ്റ്റ് കുറച്ചെടുക്കുക,
ഞാനിപ്പോൾ ഒരു ഡ്രോപ്പ് എടുത്തിട്ടുള്ളൂ കേട്ടോ. കയ്യിൽ റബ്ബ് ചെയ്തിട്ട് നമുക്ക് മുടിയിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതാണ് എൻ്റെ റിയൽ ഹെയർ. കറബറാന്ന് നടക്കണം. മറ്റേതിങ്ങനെ ഓരോ വീഡിയോസിൽ കുറേ പേര് ചോദിക്കാറുണ്ട് ഇങ്ങനെ ഇതിങ്ങനെ മുടി ഇങ്ങനെ സ്മൂത്ത് ആയിട്ട് കിടക്കണം. അത് ഞാൻ സ്ട്രെയിറ്റനിങ് ചെയ്തിട്ടാണ്. നമ്മുടെ സാധാരണ സ്ട്രെയിറ്റ്നർ വെച്ചിട്ട് സ്ട്രെയിറ്റ് ചെയ്യുക, അങ്ങനത്തെ നമ്മൾ ഓൾറെഡി കുറേ വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ടല്ലോ. പക്ഷെ എപ്പോഴും ചെയ്യരുത്. അപ്പോൾ ഞാൻ ഇന്നലെ തല കുളിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചത് വേണ്ട, ചെയ്യണ്ട, ഇങ്ങനെ കിടന്നോട്ടെ, ഇനി മറ്റന്നാൾ തല കുളിക്കുമ്പോൾ ചെയ്യാം എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇങ്ങനെ കിടക്കും, കുറച്ച് കറബറാന്ന് കിടക്കും. പക്ഷേ ഈ സിറമൊക്കെ അപ്ലൈ ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒന്ന് വൃത്തിക്ക് കിടക്കുന്നുണ്ട്. അങ്ങനെ അപ്പോൾ ഇത് നല്ലതാണ് കേട്ടോ. ഇത് ഒരെണ്ണം മേടിച്ചു വെച്ചോളൂ. ഇത് നമുക്ക് മുടിയുടെ ജട കളയാനായിട്ട് ഭയങ്കര നല്ലതാണ്. 649 ആണ്, പക്ഷെ ഡിസ്കൗണ്ടിൽ ഉണ്ടാവും കേട്ടോ. മുടിയിലെ ജട കളയാനായിട്ട് ഭയങ്കര നല്ലതാണ്. അതുപോലെ തന്നെ കുളി കഴിഞ്ഞിട്ട് അപ്പോൾ ആ സ്മൂത്ത്നെസ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ആ സമയത്ത് നനവോടുക്കര 2 ഡ്രോപ്പ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ നല്ല സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആയിട്ടുണ്ടാവും. പിന്നെ ഹീറ്റ് പ്രൊട്ടക്റ്റിംഗ് സ്പ്രേക്ക് പകരം വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ സ്റ്റൈലിങ്ങിന് പകരം യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഓവർനൈറ്റ് ആയിട്ട്, അതായത് രാത്രി കിടക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് കുറച്ച് അപ്ലൈ ചെയ്ത് മെടഞ്ഞ് കിടക്കുകയാണെങ്കിൽ പിറ്റേ ദിവസം ആകുമ്പോഴേക്കും നല്ല നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും കേട്ടോ മുടി. അപ്പോൾ ആ രീതിക്ക് നല്ലതാണ്. അടുത്തത് ഇത് ഒറ്റൊരു പെർഫ്യൂം മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ എന്ന് വിചാരിച്ചപ്പോൾ അങ്ങനെ നോക്കിയെടുത്തതാണ് കേട്ടോ. ഇത് ബെല്ല വീറ്റ ലക്ഷറി ഡേറ്റ് വുമൺ പെർഫ്യൂമാണ്. ഇത് അത്യാവശ്യം നല്ലതാണ്. ഇതുണ്ടല്ലോ, ഇങ്ങനെ മണക്കുമ്പോൾ ചിലപ്പോൾ അത്ര നല്ലതായിട്ട് നമുക്ക് തോന്നില്ല. പക്ഷെ നമ്മൾ ബോഡിയിൽ അപ്ലൈ ചെയ്തിട്ട് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഒന്ന് നമ്മുടെ ബോഡി ആയിട്ടൊന്ന് സെറ്റായിട്ടൊരു മണം വരും. അത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അത് നല്ലൊരു മണമാണ്. ഒരു 5 മിനിറ്റ്സ് കഴിയുമ്പോഴേക്കും ഒന്ന് സെറ്റായി നല്ലൊരു മണം, നല്ലൊരു മസ്ക് ഫ്ലോറൽ ഫ്രേഗ്രൻസ് ആണ്. ഞാൻ കൂടുതൽ പറയുന്നില്ല, കാരണം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്. പക്ഷെ ഇപ്പം ഞാൻ ഡിസ്കൗണ്ട് ഉണ്ടോയെന്നൊന്ന് നോക്കട്ടെ. അയ്യോ, അടിപൊളി കേട്ടോ, അടിപൊളി. ഇത് ശരിക്ക് 1000 റുപ്പീസിൻ്റെ, അതായത് 999 റുപ്പീസിൻ്റെ ആണ്. അതിനിപ്പോൾ 43% ഓഫ് ഉണ്ട്. അതായത് 565 റുപ്പീസിനാണ് കേട്ടോ അതുള്ളത്. ഇപ്പോൾ അടിപൊളിയാണ്. ഇത് മേടിച്ചോളൂ. എനിക്ക് തോന്നുന്നു ഇത് ഇഷ്ടമാവും. എനിക്കിങ്ങനെ ഫ്രേഗ്രൻസിൻ്റെ കാര്യം ഇത് ഇഷ്ടമാവും എന്ന് പറയാൻ ഇത്തിരി ടെൻഷനുണ്ട്, കാരണം ഓരോരുത്തർക്കും ഓരോ മണമല്ലേ ഇഷ്ടമാവുക. പക്ഷെ എന്നാലും എനിക്ക് തോന്നുന്നത് കുറേ പേർക്കൊക്കെ ഇഷ്ടമാവാൻ ചാൻസ് ഉണ്ട്. നല്ല റിവ്യൂസും ഉണ്ട് കേട്ടോ അതിന്. ഇത് ജസ്റ്റ് മെയിൽ അടിക്കുമ്പോൾ ഉള്ള മണം വെച്ച് ജഡ്ജ് ചെയ്യണ്ട. അത് ഈവൻ ദോ അത് ഇഷ്ടമായില്ലെങ്കിലും ഇത് ഉപേക്ഷിക്കരുത് കേട്ടോ. അതൊന്ന് ജസ്റ്റ് ഒന്ന് സമയം കൊടുത്തു നോക്കൂ, പിന്നെ നമുക്ക് ഇഷ്ടമാവുന്നൊരു മണമായി മാറുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. 500 റുപ്പീസിനൊക്കെ ഇത് ഇഷ്ടം പോലെ ഉണ്ട്. ക്വാണ്ടിറ്റി കണ്ടോ, ഇത്രയുണ്ട്, കുറേ നാൾ ലാസ്റ്റ് ചെയ്യും. ഇതിപ്പോൾ ഞാനൊരു 2 മാസമായി ഉപയോഗിക്കുന്നു സ്ഥിരമായിട്ട്. എന്നിട്ടും ദേ കണ്ടോ ഇത്ര ബാക്കിയുണ്ട്. നല്ല മണമാണ്. ഇത് ട്രൈ ചെയ്യാവുന്നതാണ്. പിന്നെ ഒരു മേക്കപ്പ് ബ്രഷ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതെന്താണെന്നറിയോ, ഇത് നമുക്ക് ഈ ട്രാവലിംഗ് സമയത്തും ഒക്കെ കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ല, അതല്ലെങ്കിൽ തന്നെ നമുക്ക് സ്ഥിരമായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ബ്രഷാണ്. ഇത് ഫൗണ്ടേഷൻ ബ്രഷാണ്. ഇത് പൗഡർ ബ്രഷാണ്. ഇനി ഞാൻ സൂത്രം കാണിക്കട്ടെ. ഇതിങ്ങനെ തുറന്നു കഴിഞ്ഞാൽ ഇതൊരു ഫ്ലാറ്റ് ബ്രഷ് ഉണ്ട് ഐ ഷാഡോവിന് വേണ്ടിയിട്ട്. അതേപോലെ ഇപ്പുറത്തെ ഭാഗം കുറച്ച് ടൈറ്റ് ആയിരുന്നു, ഒരു ഫ്ലഫി ബ്രഷ് ഉണ്ട്. രണ്ടും നമുക്ക് ഐ ഷാഡോവിന് പറ്റിയ ബ്രഷാണ് കേട്ടോ. അപ്പം ഇത് നമുക്ക് ട്രാവൽ ചെയ്യുന്ന സമയത്തൊക്കെ ഇങ്ങനെ കൊണ്ടുപോവുകയാണെങ്കിൽ ഒറ്റയടിക്ക് തന്നെ 4 ബ്രഷ് കിട്ടണതായിരിക്കും. എനിക്ക് നന്നായിട്ട് തോന്നി. ഇത് ഒരു ഗിമ്മിക്ക് പോലെയല്ല കേട്ടോ, ശരിക്കും നന്നായിട്ട് വർക്ക് ആവുന്നുണ്ട്. ഫൗണ്ടേഷൻ ബ്രഷായിട്ടും നല്ലതാണ്, പൗഡർ ബ്രഷായിട്ടും ഒക്കെ നല്ലതാണ്. സ്വിസ് ബ്യൂട്ടിയാണ്, മാഴ്സിൻ്റെ ആണ്. ഇപ്പോൾ ഡിസ്കൗണ്ട് ഉണ്ട്, പറ്റിയ സമയം കേട്ടോ മേടിക്കാനായിട്ട്. അടുത്തത് സ്വിസ് ബ്യൂട്ടിയുടെ ഐബ്രോ പെൻസിലാണ് കേട്ടോ. ഇത് ഈ ഒരു വിലയ്ക്ക് ഭയങ്കര അടിപൊളിയാണ്. 200 സംതിങ് ഒറ്റേ ഉള്ളൂ. ഇത് ഗ്രേ ഷെയ്ഡ് ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്, ബ്രൗൺ ഉണ്ട്. ഗ്രേയും ബ്രൗണും നമുക്ക് ചേർന്നതാണ് കേട്ടോ. ബ്ലാക്ക് കുറച്ച് ഓവറായിട്ടുണ്ടാവും. ഒരു സൈഡിൽ സ്പൂളി ഉണ്ട്, ഒരു സൈഡിൽ പ്രോഡക്റ്റ് ഉണ്ട്. അടിപൊളിയാണ്. ഇത് ഹൈ എൻഡ് ആയിട്ടുള്ള ഐബ്രോ പെൻസിലിൻ്റെ അത്ര തന്നെ നല്ല ക്വാളിറ്റി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ബെനിഫിറ്റിൻ്റെ അത്ര പറയാൻ എനിക്കറിയില്ല, അങ്ങനെ പറയാൻ പറ്റുമെന്ന്. പക്ഷെ കമ്പയറബിൾ ആണ്. ബെനിഫിറ്റിൻ്റെ ഒക്കെ എത്രയുണ്ട് വില, നല്ല വിലയില്ല. അത് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളതാണ്. പക്ഷെ ഇത് വെച്ചിട്ട് കാര്യം നന്നായിട്ട് നടക്കും. ഓക്കെ, എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. അപ്പം അത്ര നല്ല ഐബ്രോ പെൻസിലാണ്. മേടിച്ചിട്ടില്ലെങ്കിൽ ഒരു തവണയെങ്കിലും മേടിച്ച് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അടുത്തതൊരു ലിപ്സ്റ്റിക്കാണ്. ഇതൊരു മസ്റ്റ് ഹാവ് അങ്ങനെയല്ല, പക്ഷെ ഇത് രസമുണ്ട്. ഇതിപ്പോൾ നീ കണ്ടോ ഗ്രീൻ കളറാണ്. പക്ഷെ ഇപ്പം എല്ലാവർക്കും അറിയാം ഇങ്ങനെ കളേഴ്സ്, ഗ്രീൻ ആണെങ്കിലും ബ്ലാക്ക് ആണെങ്കിലും ബ്ലൂ ആണെങ്കിലും ഒക്കെ നമുക്ക്
ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമ്മുടെ സ്കിൻ ടോൺ ആയിട്ട് ചേർന്നിട്ട് ഒരു പിങ്ക് കളറാണ് തരിക. അപ്പം ഇത് ലിപ്സിലിട്ട് കഴിഞ്ഞാലും അതുപോലെ തന്നെയാണ്. ആദ്യം നല്ലൊരു ഗ്ലോസി അങ്ങനെ ഒരു ലുക്ക് ഉണ്ടാവും. പിന്നെ അത് ഇങ്ങനെ പതുക്കെ പതുക്കെ മാറി ഒരു പിങ്കി ഗ്ലോസി ലുക്കായിട്ട് മാറും കേട്ടോ. കുറച്ചൊരു പിങ്ക് ഷെയ്ഡിലേക്കാണ് വരിക. നമ്മളിങ്ങനെ ലിപ്സ്റ്റിക് ഇട്ടു എന്ന് തോന്നില്ല, എന്നാൽ ഒരു പിങ്ക് കളർ ഉണ്ടാവും താനോ, ആ ഒരു രീതിക്ക് ഇത് നല്ലതായിട്ട് തോന്നി കേട്ടോ. യൂസ് ചെയ്യാൻ രസമുണ്ട് എന്നുള്ളത് മാത്രമല്ല, നല്ലൊരു പിങ്ക് ഷെയ്ഡാണ് ലിപ്സിൽ തരുന്നത്. അടുത്തത് മാഴ്സിന്റെ 2 ലിപ് ക്രയോൺ ഉണ്ട്. ലിപ് ക്രയോൺസിൽ നോക്കുകയാണെങ്കിൽ മാഴ്സ് തന്നെയാണ് ഏറ്റവും വിലക്കുറവിലും അതേപോലെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഷെയ്ഡാണ് ഗേൾ പവർ, അത് അടിപൊളിയാണ്. അതേപോലെ തന്നെയാണ് ബോസ് ലേഡി, അതും നല്ലൊരു ഷെയ്ഡാണ് കേട്ടോ. 2 ലിപ് ക്രയോൺ ആയിട്ട് നോക്കുന്നുണ്ടെങ്കിൽ ഇത് രണ്ടും നോക്കാവുന്നതാണ്. അത്യാവശ്യം ലോങ് ലാസ്റ്റിംഗ് ആണ്, നല്ല കംഫർട്ടബിൾ ആണ്, നല്ല ഷെയ്ഡ്സ് ആണ്. അടുത്തത് സ്വിസ് ബ്യൂട്ടിയുടെ ഈ ഒരു ലിപ് ടിൻറ്റ് അല്ലെങ്കിൽ ലിപ് ബാം പോലത്തെ വൈറ്റ് ഷെയ്ഡിലാണ് ഉള്ളത്. പക്ഷെ ലിപ്സിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു പിങ്കിഷ് ആ ഒരു പിങ്ക് ഷെയ്ഡിലേക്കായിട്ട് വരും കേട്ടോ. ലൈറ്റ് പിങ്ക് ഷെയ്ഡിലേക്കായിട്ട് വരും. ഇതൊരു ലിപ് ബാം പോലെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് വളരെ നല്ലത്. സ്വിസ് ബ്യൂട്ടിയുടെ ഇതും വിലയും കുറവാണ് കേട്ടോ. അടുത്തത് സ്റ്റേസ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ആണ്. അതിൻ്റെയാണ് കേട്ടോ ഇന്ന് നമ്മൾ ലിപ്സ്റ്റിക്കിൻ്റെ കാര്യം പറയാൻ പോണത്. ബാക്കിയൊക്കെ ലിപ്സ്റ്റിക്സ് നമ്മൾ പല വീഡിയോസിലും പറഞ്ഞിട്ടുള്ളതാണ്. ലിക്വിഡ് ലിപ്സ്റ്റിക്കിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ സ്റ്റേസിൻ്റെ നല്ലതാണ്, അത്യാവശ്യം നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ്. ഇപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്നത് സ്റ്റേസിൻ്റെ ആട്ടോ. അത്യാവശ്യം നല്ല കളേഴ്സ് ഉണ്ട്. ഇതിപ്പോൾ നോക്കുകയാണെങ്കിൽ ക്യാൻഡി ക്രഷ്ഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ്. അതും ഒരു ന്യൂഡ് ഷെയ്ഡും കൂടി മിക്സ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അത് നല്ല രസമായിട്ടുണ്ട്, നല്ലത്. അതേപോലെ തന്നെ സ്റ്റേസിൻ്റെ 3-in-1 ലിപ്സ്റ്റിക് ഉണ്ട്. അത് ഞാനിവിടെ കാണിക്കാം. ഓൾറെഡി നമ്മൾ വീഡിയോ ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. അതും അടിപൊളിയാണ്. ഇപ്പോൾ ഏതാണ് ബെറ്റർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് 3-in-1 ലിപ്സ്റ്റിക് ആയിട്ടാണ് തോന്നുന്നത്. അത് ഒരു ലിപ്സ്റ്റിക്കിൽ തന്നെ 2 ഷെയ്ഡ് വരുന്നുണ്ട്. നമുക്ക് സൂപ്പർബായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പം നല്ല അടിപൊളിയായിട്ടുള്ളതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ റെക്കമെൻഡേഷൻസ് നമുക്ക് ഇവിടെ നിർത്താം. അത്യാവശ്യം അധികം തന്നെ റെക്കമെൻഡേഷൻസ് ആയിട്ടുണ്ട്. ഞാൻ എല്ലാ ലിങ്ക്സും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം കേട്ടോ. അപ്പോൾ ഇതിൽ മെയിനായിട്ട് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു സൺസ്ക്രീൻ മേടിച്ചോളൂ. അത് പിന്നെ നമുക്ക് ഇനിയാണെങ്കിലും എപ്പോഴും ആവശ്യമുള്ള ഒരു സാധനമല്ലേ, അപ്പോൾ അത് നല്ലതാണ്. ഇൻ കേസ് ഇതുവരെയും ഒരു സ്റ്റിക്ക് സൺസ്ക്രീൻ യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ അതിലൊരെണ്ണത്തിൽ വേണമെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. നമുക്ക് മോയ്സ്ചറൈസർ നമുക്ക് മേടിച്ച് വയ്ക്കാവുന്നതാണ്. പിന്നെ കോൺടാക്ട് ലെൻസ് ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല, നമുക്ക് ഒരു തവണയ്ക്കൊന്ന് യൂസ് ചെയ്ത് നോക്കണം, അങ്ങനെയാണെങ്കിൽ അതും നമുക്ക് മേടിച്ച് വയ്ക്കാവുന്നതാണ്. പിന്നെ ഇതേപോലത്തെ ഈ ബോഡി വാഷ്, അതേപോലെ തന്നെ ബോഡി മോയ്സ്ചറൈസർ, ഇതൊക്കെ നമുക്ക് എപ്പോഴും ആവശ്യമുള്ളതല്ലേ. ലിപ്സ്റ്റിക്സൊക്കെ നമുക്ക് ഇഷ്ടമുള്ളത് ഓൾറെഡി തന്നെ ഉണ്ടെങ്കിൽ ഇനി മേടിക്കണം എന്നില്ല കേട്ടോ. പിന്നെ ഈ പെർഫ്യൂം ഇതും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നോക്കി നോക്കൂ, ഏതാണോ നമുക്ക് ആവശ്യമുള്ളത് അത് മാത്രം ജസ്റ്റ് കാർട്ടിലിട്ടിട്ട് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അനാവശ്യമായിട്ട് നമ്മൾ മേടിക്കുന്നതിൽ ഒരു കാര്യമില്ല. അപ്പോൾ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ട് എന്നുള്ളത് പറയൂ കേട്ടോ. ലിങ്ക്സ് എല്ലാം കൊടുത്തിട്ടുണ്ട്, അതും ചെക്ക് ചെയ്ത് നോക്കൂ. നൈക്ക പേജിൽ ജസ്റ്റ് പോയിട്ട് എൻ്റെ ഫോട്ടോ കാണുമല്ലോ, അതും ഒന്ന് സമയം ഉണ്ടെങ്കിൽ അതും ഒന്ന് നോക്കൂട്ടോ, എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് എന്നോട് പറയണേ. അപ്പോൾ അത്രയേ ഉള്ളൂ. ലവ് യു ഓൾ സോ മച്ച്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.